നമസ്കാരം. ടാരറ്റ് കാർഡുകളുടെ ലോകത്തേക്ക് സ്വാഗതം. ടാരറ്റിലെ ഓരോ കാർഡും വെറുമൊരു ചിത്രമല്ല, മറിച്ച് മനുഷ്യൻ്റെ ആത്മീയവും ഭൗതികവുമായ പരിണാമത്തിൻ്റെ ഒരു ഘട്ടത്തെയാണവ സൂചിപ്പിക്കുന്നത്. നാം ഇന്ന് തുടങ്ങുന്നത് ദ ഫൂൾ എന്ന കാർഡിൽ നിന്നാണ്. മേജർ ആർക്കാനയിലെ ആദ്യത്തെ കാർഡാണിത്. ഈ കാർഡിന് 0 എന്ന നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. 0 എന്നത് അനന്തതയെയും ശൂന്യതയെയും സൂചിപ്പിക്കുന്നു. എല്ലാം തുടങ്ങുന്നത് ശൂന്യതയിൽ നിന്നാണല്ലോ. ഈ കാർഡിനെ നമുക്ക് വളരെ ആഴത്തിൽ പരിശോധിക്കാം. 1. ചിത്രത്തിലെ പ്രതീകങ്ങളും അവയുടെ അർത്ഥവും. ദ ഫൂൾ കാർഡിലെ ഓരോ ചെറിയ ചലനത്തിനും നിറത്തിനും ഗഹനമായ അർത്ഥങ്ങളുണ്ട്. ചുരത്തിൻ്റെ അറ്റം, ദ ക്ലിഫ്. ആ യുവാവ് ഒരു മലഞ്ചെരുവിൻ്റെ അറ്റത്താണ് നിൽക്കുന്നത്. ഇത് ഭൗതിക ലോകത്തെ അപകടങ്ങളെയല്ല, മറിച്ച് പുതിയൊരു ലോകത്തേക്ക് എടുത്തു ചാടാനുള്ള ധൈര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. വെളുത്ത നായ, ദ വൈറ്റ് ഡോഗ്. കാൽക്കൽ തുള്ളിച്ചാടുന്ന നായ സംരക്ഷണത്തെയും വിശ്വസ്തതയെയും സൂചിപ്പിക്കുന്നു. കൂടാതെ അത് നമ്മുടെ മൃഗീയ സഹജവാസനകളെ, ഇൻസ്റ്റിങ്ക്ട്സ്, തിരിച്ചറിയാനും അവയെ പരിവർത്തനം ചെയ്യാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. വെളുത്ത റോസാപ്പൂവ്, ദ വൈറ്റ് റോസ്. അവൻ്റെ കയ്യിലുള്ള വെളുത്ത റോസാപ്പൂവ് മനസ്സിൻ്റെ ശുദ്ധിയെയും നിഷ്കളങ്കതയെയും കാണിക്കുന്നു. സ്വാർത്ഥതയില്ലാത്ത ഒരു തുടക്കമാണിത്. ചെറിയ ഭാണ്ഡം. അവന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അവൻ കരുതുന്നുള്ളൂ. ഇത് അനാവശ്യമായ ചിന്താഭാരങ്ങളും ഭൂതകാല സ്മരണകളും ഉപേക്ഷിക്കണമെന്ന പാഠം നൽകുന്നു. പിന്നിലെ സൂര്യൻ, ദ യെല്ലോ സൺ. മഞ്ഞ നിറത്തിലുള്ള തിളങ്ങുന്ന സൂര്യൻ ദൈവാനുഗ്രഹത്തെയും ഉന്നതമായ ബോധത്തെയും സൂചിപ്പിക്കുന്നു. പ്രപഞ്ചം നിങ്ങളെ വഴി നടത്തുന്നു എന്ന ഉറപ്പാണിത്. 2. നിറങ്ങളുടെ രഹസ്യം. മഞ്ഞ, യെല്ലോ. കാർഡിൻ്റെ പശ്ചാത്തലത്തിലുള്ള മഞ്ഞ നിറം ബുദ്ധിശക്തിയെയും സന്തോഷത്തെയും ശുഭാപ്തി വിശ്വാസത്തെയും സൂചിപ്പിക്കുന്നു. ചുവപ്പ്, റെഡ്. അവൻ്റെ വസ്ത്രത്തിലെ ചുവന്ന തൂവൽ പ്രാണശക്തിയെയും ലൈഫ് ഫോഴ്സ്, പ്രവർത്തിക്കാനുള്ള ആവേശത്തെയും കാണിക്കുന്നു. വെള്ള, വൈറ്റ്. ശുദ്ധി, ആത്മീയമായ ഉണർവ് എന്നിവയെ വെള്ള നിറം പ്രതിനിധീകരിക്കുന്നു. 3. ഭൗതികവും ആത്മീയവുമായ വശങ്ങൾ. ഭൗതിക തലം. പുതിയൊരു ജോലി, പുതിയൊരു യാത്ര, അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു മാറ്റം എന്നിവയെ ഇത് സൂചിപ്പിക്കുന്നു. ലോകം എന്ത് കരുതും എന്ന് ഭയപ്പെടാതെ മുന്നോട്ടു പോകാനുള്ള സമയമാണിത്. ആത്മീയ തലം. ആത്മീയ യാത്രയുടെ തുടക്കമാണിത്. ഒരു കൊച്ചുകുട്ടിയെ പോലെ എല്ലാം വിസ്മയത്തോടെ കാണുക. എനിക്കെല്ലാം അറിയാം എന്ന അഹങ്കാരം വെടിഞ്ഞ് എനിക്കൊന്നും അറിയില്ല എന്ന വിനയത്തോടെ പ്രപഞ്ചത്തെ സമീപിക്കുന്ന ഘട്ടമാണിത്. 4. ഗുരുവിൻ്റെ ഉപദേശം, ദ ഗുരുസ് വിസ്ഡം. പ്രിയ ശിഷ്യ, ദ ഫൂൾ നിനക്ക് നൽകുന്ന വലിയ പാഠം വിശ്വാസം, ഫെയ്ത്ത് എന്നതാണ്. ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ ഭയം സ്വാഭാവികമാണ്. എന്നാൽ ആ ഭയത്തെ മറികടന്ന് പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുക. ജീവിതത്തെ എങ്ങനെ നയിക്കാം? 1. ഭൂതകാലത്തെ ഭാണ്ഡം ഇറക്കി വയ്ക്കുക. പഴയ പരാജയങ്ങളും വിഷമങ്ങളും പേറി നടക്കരുത്. ഈ നിമിഷം നിങ്ങൾ പുതുതായി ജനിച്ചിരിക്കുന്നു എന്ന് കരുതുക. 2. നിഷ്കളങ്കത കൈവെടിയരുത്. ലോകം നിങ്ങളെ വിഡ്ഢിയെന്ന് വിളിച്ചേക്കാം. എന്നാൽ ആത്മീയമായി ചിന്തിച്ചാൽ ദൈവത്തിന് വേണ്ടി വിഡ്ഢിയാകുന്നത് ലൗകികമായ ബുദ്ധിമാനാകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. 3. അന്തർബോധത്തെ, ഇൻറ്റ്യൂഷൻ, വിശ്വസിക്കുക. യുക്തിയേക്കാളുപരിയായി നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കുക. ദ ഫൂൾ കാർഡിലെ നിഗൂഢവും സൂക്ഷ്മവുമായ ഈസോട്ടറിക് വശങ്ങളിലേക്ക് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ഒരു സാധാരണ നിരീക്ഷകൻ കാണാതെ പോകുന്ന ചില രഹസ്യങ്ങൾ ഈ കാർഡിലുണ്ട്. 1. വസ്ത്രത്തിലെ ചിത്രങ്ങൾ, ദ പാറ്റേൺ ഓൺ ദ ട്യൂണിക്. ആ യുവാവ് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലെ ഡിസൈനുകൾ വെറും അലങ്കാരമല്ല. അതിൽ 8 കാലുകളുള്ള ചക്രങ്ങൾ, 8 സ്പോക്ക് വീൽസ് കാണാം.
ഇത് ബുദ്ധമതത്തിലെ ധർമ്മചക്രത്തെ സൂചിപ്പിക്കുന്നു. ജീവിതം ഒരു ചക്രമാണെന്നും ജനനമരണങ്ങളുടെയും അനുഭവങ്ങളുടെയും ഈ ചക്രത്തിലൂടെ നാം നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയമായ ഉണർവ് നേടാനുള്ള യാത്രയാണിത്. 2. ഉയർത്തിയ തലയും നോട്ടവും. ദ അപ്വേർഡ് ഗേസ്. മിക്ക കാർഡുകളിലും കഥാപാത്രങ്ങൾ നേരെ നോക്കുമ്പോൾ ഫുൾ മുകളിലേക്കാണ് നോക്കുന്നത്. ഇത് ആത്മീയ ദർശനത്തെ, സ്പിരിച്വൽ വിഷൻ സൂചിപ്പിക്കുന്നു. അവൻ കാൽക്കീഴിലെ ഗർത്തത്തെ, ഭൗതികമായ അപകടങ്ങളെ കാണുന്നില്ല. പകരം ആകാശത്തെയും ദൈവികമായ വെളിച്ചത്തെയുമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ലൗകികമായ ഭയത്തേക്കാൾ വലുതാണ് ആത്മീയമായ ലക്ഷ്യം എന്ന സൂക്ഷ്മമായ പാഠമാണിത്. 3. മഞ്ഞ ആകാശം. ദ യെല്ലോ സ്കൈ. പലരും ഇതിനെ വെറും ഒരു പകൽ വെളിച്ചമായി കാണുന്നു. എന്നാൽ ആത്മീയ പഠനങ്ങളിൽ ഈ മഞ്ഞ നിറം കോസ്മിക് കോൺഷ്യസ്നെസ്സിനെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ചിന്തകൾക്കും അപ്പുറമുള്ള ഒരു വലിയ പ്രപഞ്ച ബുദ്ധി നമ്മെ പൊതിഞ്ഞു നിൽക്കുന്നു എന്നതിൻ്റെ അടയാളമാണിത്. 4. മഞ്ഞ ബൂട്ട്സുകൾ. ദ യെല്ലോ ബൂട്ട്സ്. അവൻ്റെ പാദരക്ഷകൾ മഞ്ഞ നിറത്തിലുള്ളതാണ്. ഇത് സൂചിപ്പിക്കുന്നത് അവൻ നടക്കുന്നത് ദൈവികമായ പാതയിലൂടെ ആണെന്നാണ്. ഓരോ ചുവടും ശുഭാപ്തി വിശ്വാസത്തിലും അറിവിലും അധിഷ്ഠിതമാണ്. മണ്ണ് പുരളാത്ത അല്ലെങ്കിൽ ലൗകികമായ മാലിന്യങ്ങളേൽക്കാത്ത ഒരു നടത്തത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു. 5. വെളുത്ത തൂവൽ. ദ വൈറ്റ് ഫെദർ. അവൻ്റെ തൊപ്പിയിലെ ചുവന്ന തൂവൽ നാം നേരത്തെ കണ്ടു. എന്നാൽ ചില തട്ടുകളിൽ അത് വെളുത്തതായും വരാറുണ്ട്. ചുവപ്പ് ആവേശത്തെയും പാഷൻ, വെളുപ്പ് ആത്മാവിൻ്റെ ശുദ്ധിയെയും പ്യൂരിറ്റി ഓഫ് സ്പിരിറ്റ് സൂചിപ്പിക്കുന്നു. തൻ്റെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും ദൈവത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ പ്രതീകമാണ് ആ തൂവൽ. ഗുരുവിൻ്റെ രഹസ്യോപദേശം. ദ ഹിഡൻ വിസ്ഡം. ഈ കാർഡിലെ ഏറ്റവും വലിയ രഹസ്യം അവൻ നിൽക്കുന്ന 0 എന്ന നമ്പറിലാണ്. 0 എന്നത് ഒന്നുമില്ലായ്മയല്ല, മറിച്ച് എല്ലാമാകാനുള്ള സാധ്യതയാണ്. ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ. സൂക്ഷ്മമായി പാലിക്കേണ്ടവ. അവനവനെ വിശ്വസിക്കുക. മറ്റുള്ളവർ വിഡ്ഢി എന്ന് വിളിക്കുമ്പോഴും നിനക്ക് നിന്റെ യാത്രയിൽ ഉറപ്പുണ്ടെങ്കിൽ നീ സത്യത്തിലാണ്. ഭാരമില്ലാതെ സഞ്ചരിക്കുക. നിന്റെ ഭാണ്ഡം ചെറുതാക്കുക. അതായത് അമിതമായ ആഗ്രഹങ്ങളും മുൻവിധികളും ഉപേക്ഷിക്കുക. ഒരു ശൂന്യമായ പാത്രത്തിലെ പുതിയ അറിവ് നിറയ്ക്കാൻ കഴിയൂ. ധൈര്യപൂർവ്വം ചുവടുവയ്ക്കുക. ജീവിതം ഒരു പരീക്ഷണമാണ്. വീഴുമെന്ന പേടിയുണ്ടെങ്കിൽ ഒരിക്കലും പറക്കാൻ കഴിയില്ല.